നമസ്കാരം. സർക്കാർ രൂപീകരണത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം അവസാനിപ്പിച്ചുകൊണ്ട് തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ദളപതി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ 10 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, നടി തൃഷ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് നിയമസഭയിൽ 118 എന്ന ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 4 തവണ വിജയ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒടുവിൽ കോൺഗ്രസിന്റെ 5 എംഎൽഎമാരും VCKയുടെ 2 എംഎൽഎമാരുടെയും CPIയുടെയും CPMന്റെയും മുസ്ലിം ലീഗിന്റെയും 2 വീതം എംഎൽഎമാരുടെയും പിന്തുണ ലഭിച്ചതോടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയത്. മുൻ മുഖ്യമന്ത്രിമാരായ MGRുമായും ജയലളിതയുമായും പതിറ്റാണ്ടുകളായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യൻ TVK മന്ത്രിസഭയിലെ പ്രമുഖരിൽ ഒരാളാണ്. എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയും പുറത്താക്കപ്പെട്ട നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതിനെ വിമർശിക്കുകയും ചെയ്തതിനെ തുടർന്ന് AIDMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് സെങ്കോട്ടയ്യൻ. വിജയുടെ വിശ്വസ്തരിൽ ഒരാളും പാർട്ടിയുടെ പ്രധാന ഭാഗവുമായ ആദവ് അർജുനാണ് മറ്റൊരു മന്ത്രി. ചെന്നൈയിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അർജുന TVKയുടെ സംഘടനാ ആസൂത്രണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളാണ്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ മരുമകൻ കൂടിയാണ് അർജുന. മധുരയിലെ തിരുപ്പുറം കുണ്ടത്ത് നിന്നും വിജയിച്ച നിർമ്മൽ കുമാറും വിജയുടെ മന്ത്രിസഭയിലുണ്ട്. മുൻ BJP പ്രവർത്തകനായിരുന്നു നിർമ്മൽ. ചെന്നൈയിലെ ടി നഗർ നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TVK ജനറൽ സെക്രട്ടറി ആനന്ദ്, സിനിമാ പ്രവർത്തകൻ രാജ്മോഹൻ, അതുപോലെ ദന്ത ഡോക്ടറിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ ഡോക്ടർ TK പ്രഭു, തിരുച്ചെങ്കോടിൽ നിന്ന് വിജയിച്ച ഡോക്ടർ അരുൺ രാജ്, ചെന്നൈയിലെ മൈലാപ്പൂരിൽ നിന്ന് വിജയിച്ച P വെങ്കട്ടരമൺ, കീർത്തന എന്നിവരും വിജയ്ക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖമാണ് വിരുദനഗർ ജില്ലയിൽ നിന്ന് വിജയിച്ച കീർത്തന.